ഹായ് ഗൈസ്. നമ്മളിന്ന് ഗുണ്ടിൽപേട്ടയിലെ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടി പോവാണ്. നമ്മൾ റെഡിയായി, നമ്മുടെ കാർ വന്നിട്ടുണ്ടായിനി. ഇതെൻ്റെ കസിൻസാണ്, കസിനും കസിൻ്റെ വൈഫും കുട്ടിയാണിത്. ഓക്കെ ശരി. എല്ലാവരും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ചിരിച്ചോ ഓക്കെ അമ്മ, ശരി എന്നാ. അങ്ങനെ പൂതേടിയുള്ള യാത്ര നമ്മളിവിടെ തുടങ്ങുകയാണ് ഗൈസ്. മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ തെറ്റുകളും കുറ്റങ്ങളും ഈ വ്ളോഗിൽ കാണാൻ പറ്റും. എല്ലാവർക്കും യാത്രയൊക്കെ ഇഷ്ടമായിരിക്കും അല്ലേ? എനിക്കും അതേപോലെ തന്നെ നല്ല യാത്രയെ വളരെ ഇഷ്ടമാണ്. നമ്മൾ ചുരത്തിൻ്റെ മേലിലെത്തിയ ടൈമിൽ നല്ല കോട ഇറങ്ങിയിട്ടുണ്ടായി. നല്ല മഞ്ഞ് മൂടിയൊരു ക്ലൈമറ്റ്. അതിൻ്റെ കൂടെ നല്ല ചൂട് ചായ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും ഫീൽ ആവുന്നുണ്ടാവും അല്ലേ? നല്ല ചൂട് ചായയും കോടമഞ്ഞും, വാവ്, വേറെ എന്ത് വേണം. നല്ല മഞ്ഞ് മൂടിയ അവസ്ഥയാണ് നമ്മളിപ്പോൾ ഉണ്ടായത്. നല്ല അടിപൊളി ഫീൽ. മെൻ്റലി നമുക്ക് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും. ആ കോട ഇറങ്ങുന്ന കാണുമ്പോൾ തന്നെ എന്ത് രസമാണ് കാണാൻ. വെറുതെ അല്ല കേരളത്തിന് ഗോഡ്സ് ഓൺ കൺട്രി എന്ന പേര് വന്നത്. എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതിൻ്റെ ഭംഗി ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. നമ്മളിവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് എൻജോയ് ചെയ്ത്. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് വരാൻ തോന്നില്ല, ആ പൂക്കളെ ഭംഗിയും എല്ലാം കണ്ടിട്ട്. ഈ വീഡിയോ കാണുന്നതിനേക്കാളും എത്രയോ ഭംഗിയുണ്ട് ആ ഫ്ലവേഴ്സിന്.
എന്ത് രസമല്ലേ സൂര്യകാന്തി ഇങ്ങനെ വിടുന്ന് കാണാൻ വേണ്ടിയിട്ട്. അതിലൊരുപാട് തേനീച്ചകളും ഉണ്ടായിട്ടുണ്ട് അതിന്. ഇതുപോലെ നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് തിരിക്കുകയാണ് ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.